പാലക്കാട്ട് മുൻ ഷൊർണൂർ എംഎൽഎയും KTDC ചെയർമാനുമായിരുന്ന PK ശശിയുടെ നേതൃത്വത്തിൽ CPMന്റെ വിമത കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തം ഈ കൺവെൻഷനിലുണ്ട്. നേരത്തെ തന്നെ പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും CPMനകത്ത് വലിയ അസ്വസ്ഥതകൾ പുകഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വിമത കൺവെൻഷൻ വിപുലമായി വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അതിനു മുൻപ് തന്നെ ശശിയുടെ തട്ടകമായ മണ്ണാർക്കാട് പാർട്ടിക്കകത്ത് ശശി അനുകൂലികളും ശശിയെ എതിർക്കുന്നവരും തമ്മിൽ വലിയ പോര് നിലനിന്നിരുന്നു. ശശിക്കെതിരെ പരസ്യമായി മുദ്രാവാക്യമുയർത്തി പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ശശി ഇപ്പോൾ വിമത കൺവെൻഷനിൽ എത്തിയതോടുകൂടി ശശിയുടെ പാത പാർട്ടിക്ക് പുറത്തേക്കാണെന്ന കൃത്യമായി വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി ഉണ്ടാക്കുന്ന തലവേദന എത്രമാത്രമായിരിക്കുമെന്നാണ് CPMന്റെ ഒരു ചിന്ത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടുകൂടി ശശി സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ള ഒരു കാര്യം. നേരത്തെ ഷൊർണൂരിൽ MR മുരളിയുടെ നേതൃത്വത്തിൽ പാർട്ടിക്ക് വിമത ഭീഷണി ഉയർത്തിയിരുന്നെങ്കിലും മുരളിക്ക് കാര്യമായി CPMനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഷൊർണൂരിൽ മാത്രമല്ല, തൊട്ടപ്പുറത്തെ ജില്ലയായ തൃശ്ശൂരിലെ തളിക്കുളത്തും പാർട്ടിക്ക് വിമത ഭീഷണി ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് പാർട്ടിക്ക് വിമത ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിമതരെയെല്ലാം കൃത്യമായി ഒതുക്കുന്നതിൽ പാർട്ടി വിജയിക്കുകയും ചെയ്തു. പാർട്ടിക്ക് വിമത ഭീഷണി ഉയർത്തി പാർട്ടിയെ വെല്ലുവിളിച്ച ഒരു പരിധിവരെ അതിൽ വിജയം കണ്ടത് കോഴിക്കോട്ടെ ഒഞ്ചിയത്ത് മാത്രമാണ്. TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട RMP പിന്നീട് UDF പാളയത്തിൽ അല്ലെങ്കിൽ UDF കോൺഗ്രസിനോട് സഹായം അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് അവർക്ക് ഒന്ന് നിവർന്ന് നിൽക്കാൻ കഴിഞ്ഞത്. അതായത് കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ ഈ വിമത ഭീഷണിയും അല്ലെങ്കിൽ വിമത ശബ്ദമുയർത്തി എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. കൊഴിഞ്ഞമ്പാറയിലും അട്ടപ്പാടിയിലും പാലക്കാട് നഗരത്തിലുമടക്കം ഷൊർണൂരിലുമടക്കം CPMന്റെ വിമത ഭീഷണിയെ അല്ലെങ്കിൽ CPMനകത്തെ വിമത ഭീഷണിയെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ PK ശശിക്ക് സാധിച്ചാൽ തന്നെ ഇതെത്രത്തോളം പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുമെന്ന് കണ്ടറിയണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരണം. നിലവിലെ സാഹചര്യത്തിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് ശശി പുറത്തേക്ക് പോട്ടെ എന്ന നിലപാടാണ് CPMനുള്ളത്. അവിടെ ശശിയെ പിന്തുണയ്ക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തയ്യാറായാൽ അവർ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ശശിയുമായി ബന്ധപ്പെട്ട പാർട്ടിക്കകത്തുയർന്ന ലൈംഗിക ആരോപണ വിഷയത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ കമ്മീഷനെ നിശിതമായി വിമർശിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും അടക്കമുള്ള പാർട്ടികൾ. ശശിയെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായാൽ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെന്നൊരു ഭയം രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ശശിയെ ഏതു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യുമെന്നൊരു ചിന്തയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ UDF പിന്തുണയോടുകൂടി ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ PK ശശി തയ്യാറായാൽ അത് മറ്റു മണ്ഡലങ്ങളെ ബാധിക്കുമോ എന്നൊരു ഭയം UDFന്റെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് കരുതലോടുകൂടി തന്നെയാണ് കോൺഗ്രസും UDFും ചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയ്ക്കകത്ത് CPMന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ശക്തമായ വേരോട്ടമുള്ള ജില്ലയാണ് പാലക്കാട്. ഒരുപക്ഷെ കണ്ണൂർ പോലെയെല്ലാം ശക്തമായ സംവിധാനമുള്ള പാലക്കാട്ട് PK ശശി ഉയർത്തുന്ന വെല്ലുവിളികളെ പുഷ്പം പോലെ തരണം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് CPMന്റെ കൈമുതൽ. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും അടക്കം ഒരിടത്തും ശശിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും വിരലിൽ എണ്ണാവുന്ന പ്രവർത്തകന്മാരെ തങ്ങളുടെ പക്ഷത്ത് എത്തിച്ചാൽ പോലും അത് പാർട്ടിയുടെ ഒരു രോമത്തിന് പോലും പോറലേൽക്കില്ല എന്നാണ് CPM നേതൃത്വത്തിന്റെ ആത്മവിശ്വാസവും അവകാശവാദവും. ഈ അവകാശവാദം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ മനസ്സിലാകൂ. എക്കാലത്തും UDF തരംഗം ആഞ്ഞടിച്ച കാലത്തെല്ലാം ഇടതുമുന്നണിയെ മാത്രം തുണച്ചിട്ടില്ല എന്നും ചുവന്ന് തുടുത്തു നിൽക്കുന്ന ഒറ്റപ്പാലം പോലെയൊരു മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ PK ശശിക്ക് കഴിയുമോ എന്നത് കണ്ടറിയണം. മണ്ണാർക്കാട് പരമ്പരാഗതമായി UDF ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിലായി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ UDFന് വേണ്ടി ജയിച്ച മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളി സൃഷ്ടിക്കാൻ PK ശശിക്ക് കഴിയുമോ എന്നതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രമേ മനസ്സിലാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ശശി ഉയർത്തുന്ന വിമത വെല്ലുവിളിയെ ഏത് തരത്തിലാണ് CPM നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.